തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പലതരത്തിലുള്ള പന്തയങ്ങളും പാലിക്കപ്പെടുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അത്തരത്തിൽ വേറിട്ട ഒരു പന്തയത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പന്തയം നടന്നത് പെരിന്തൽമണ്ണ പുലാമന്തോളിലാണെങ്കിലും അത് പാലിച്ചത് വയനാട്ടിലാണ്. അതെന്താ കഥ? സുർജിത്ത് അയ്യപ്പത്ത് പറയും. കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ തൊട്ട് മുന്നിൽ പോയൊരു ട്രാവലർ വലിയ കൗതുകം ഉണർത്തി. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ള ഒരു അഡാർ ബ്രാക്കറ്റിൽ ഇലക്ഷൻ ബെറ്റ് യാത്ര. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ബെറ്റാണ് എന്ന് മനസ്സിലായി. അതിൽ 13 തലകളും ഇങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും വലിയ കൗതുകം ഇതിനകത്തുണ്ട്. ആ കൗതുകം എന്താണെന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഇവർ പുലാമന്തോൾ എന്നുള്ളൊരു സംഘമാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബെറ്റാണ്. പലതരം ബെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തലമുടി വടിക്കൽ, ഒപ്പം തന്നെ മീശ വടിക്കൽ, അങ്ങനെയൊക്കെയുള്ള ബെറ്റുകൾ കണ്ടിട്ടുണ്ട്. പണത്തിന് വേണ്ടി ബെറ്റ് വയ്ക്കലുണ്ട്. ഇതൊരു യാത്ര ബെറ്റാണെന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഇവരോട് തന്നെ എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്നുള്ളത് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്താ അങ്ങനെ ഒരു ബെറ്റിൻ്റെ കാരണം? ഞങ്ങൾ പുലാമന്തോൾ ചെമ്മരശ്ശേരി സ്വദേശികളാണ്. ഞങ്ങളൊരു 13 ആൾക്കാരവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ദിവസം വൈകിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങളുടെ ദിവസം കൂടും. അപ്പോൾ ഞങ്ങളെ ഇപ്രാവശ്യം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് VP മുഹമ്മദ് ഹനീഫ ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുടെയൊക്കെ സുഹൃത്തുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പുലാമന്തോൾ പഞ്ചായത്ത് അദ്ദേഹം ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല, പുലാമന്തോൾ പഞ്ചായത്തിൽ എത്ര വോട്ട് അദ്ദേഹത്തിന് മെജോറിറ്റി കിട്ടുമെന്നുള്ളതായിരുന്നു ഒരു ചർച്ചാ വിഷയം. ഇത് ഇലക്ഷൻ തലേ ദിവസം നടക്കുന്നതാണ്. അപ്പോൾ ഇത് ഉമ്മർ ഒക്കെയാണ്, അത് കുഞ്ഞുമാണ്. ഇവർ രണ്ടുപേരും, ഇത് ഉമ്മറാക്ക, അത് കുഞ്ഞു. ഉമ്മറാക്ക മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. അപ്പോൾ ഉമ്മറാക്ക പറഞ്ഞു 3500 മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത്ര കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആര് ജയിക്കണമെങ്കിലും ആര് നോക്കണമെങ്കിൽ ഒരു യാത്ര, ഒരു വയനാട് യാത്ര, ഒരു ഫുൾ ചെലവ് സ്പോൺസറിങ്, 1 ഡേ ഫുൾ ചെലവ്. അതാണ് ഈ ബെറ്റിൻ്റെ ആകർഷണം. അപ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ ഈ കുഞ്ഞു ജയിച്ചു. ഉംറാക്കിയ തൽക്കാലം ഒന്ന് പുറകോട്ട് പോയി പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ടൂറിന്റെ മൊത്തം സ്പോൺസറും ഉമ്മറാക്ക വകയാണ്. സ്ഥാനാർത്ഥി വോട്ട് നില എങ്ങനെയായിരുന്നു? സ്ഥാനാർത്ഥി ഞങ്ങളെ നാട്ടുകാരനാണ്, ഞങ്ങളെ ഫ്രണ്ടാണ്. വാപ്പു എന്ന് പറയുക, ഹനീഫ. മൂപ്പരെ പേര് നമ്മൾ വിളിക്കണേ, നമ്മളൊക്കെ വാപ്പു എന്ന് പറയണത്. അപ്പോൾ മൂപ്പർക്ക് വോട്ട് അത്രയും കിട്ടും എന്നുള്ളതാണ് ധാരണ വന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു ട്രെൻഡിൽ മൂപ്പരെ കുറ്റം പറയാൻ പറ്റില്ല. 3500 ഞങ്ങൾ പഞ്ചായത്തിൽ കിട്ടേണ്ടതാണ്. പാർട്ടിക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. കഴിഞ്ഞ വർഷം 2500 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് സ്വാഭാവികമായിട്ടും 3500 എന്തായാലും കിട്ടുമെന്ന് കരുതി. ഈ പൈസ പോകുന്ന മൂപ്പര് കരുതിയില്ല. പക്ഷെ പൈസക്കാരനാണ് കേട്ടോ, അവസരമൊന്നുമില്ല. ഞങ്ങളൊരു രസകരമായ യാത്രയായിട്ട് എല്ലാവരും കൂടി. ഏറ്റവും പ്രത്യേകത 13 ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് എല്ലാവർക്കും വരാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ വേറെ ഹൈലൈറ്റ്. ഇതൊരു യാത്രയും കൂടിയാണ്. അത്ര പോയി കണ്ടു. അല്ല, ഞങ്ങൾ ആദ്യം 900 കണ്ടി അവിടെ പോയി. പിന്നെ ഇപ്പൊ 2ാം സ്പോട്ട് ഇവിടെയാണ്. ഇനി ഇവിടെ ഗംഭീരായി യാത്ര. ഗംഭീരായി. കാശ് പോയതിന്റെ സങ്കടം ഇല്ലേ? സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കതിന് സന്തോഷമേ ഉള്ളൂ. കാശ് ഒരു പ്രശ്നമല്ല. ഒരു സുഹൃത്തുക്കളായിട്ട് ഞാനൊരു ടൂർ വന്നു, അത്രേ ഉള്ളൂ. കാലിച്ചായ മുതൽ മട്ടൻ ബിരിയാണി വരെ, പെട്രോൾ കാശ് മുതൽ എല്ലാ വണ്ടി വാടക ഒക്കെ കംപ്ലീറ്റ് എല്ലാം കൊടുത്തു. വലിയ രസമുണ്ട്, ഭയങ്കര കൗതുകമുണ്ട്. കാരണം ഇങ്ങനെ ബെറ്റ് വെക്കുന്നു, ആ ബെറ്റിൽ പരാജയപ്പെടുന്നു, അതേ തുടർന്നൊരു യാത്ര നടത്തുന്നു. ആ യാത്രയുടെ ഭാഗമായി ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ ഒരു അഡാറ്, ഒരു ഇലക്ഷൻ ബെറ്റ് യാത്ര എന്ന് എഴുതി വെക്കുന്നു. യാത്ര തുടരുന്നു. എന്തായാലും കുറച്ച് പൈസ പോയെങ്കിലും ആളെ സംബന്ധിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. ബെറ്റ് തോറ്റെങ്കിലും സുഹൃത്തുക്കൾക്കൊപ്പം ഒരു യാത്ര നടത്തിയതിന്റെ സന്തോഷമാണ് ഈ പുലാമന്തോൾ പ്രകടിപ്പിക്കുന്നത്. VM റിന്റുവിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, ബിഗ് TV, വയനാട്.